അപ്പോൾ ഈ റെമഡി ചേഞ്ചും ഈ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് 100%. റൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിനകത്തുള്ള അവർ പറയുന്ന റെമഡീസ് ഈ മാറുന്നത് ബേസ്ഡ് ഓൺ ദീസ്. അതുകൊണ്ട് പിന്നെ അവരുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകളും ഉണ്ട്. ആ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ വെച്ചാൽ പോയിട്ടൊരു വാഴയില മുറിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ വാഴ മൊത്തം വെട്ടിക്കൊണ്ടുവരുന്ന പരിഹാരങ്ങൾ എഴുതി കൊടുക്കണം. അതുകൊണ്ട് പറയണമല്ലോ, എല്ലാം പറയണമല്ലോ. എല്ലാ ജ്യോതിഷന്മാരും ഇല്ല, വളരെ ലഘുവായിട്ട് എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള കൃത്യമായിട്ടുള്ള പറഞ്ഞു കൊടുക്കുന്ന സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവർക്കൊന്നും സമ്പത്തില്ല, 10 കയ്യിലും മോതിരില്ല അവർക്ക്. ആൾക്കാരുടെ നിന്ന് സ്വർണവും മറ്റു പണവും അപഹരിക്കുന്നില്ല. റൈറ്റ്. അവർ ലളിതമായ, കാരണം ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷൻ ഒരാൾക്ക് അയാളുടെ എന്താ പറയുക ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും. ആ വ്യക്തിയുടെ ഏത് കർമ്മം കൊണ്ടാണോ അവിടെ തടസ്സം നിൽക്കണം ആ കർമ്മത്തിൻ്റെ ഒരു അംശം സ്വീകരിക്കണ്ടേ. പ്രത്യേകിച്ച് ദക്ഷിണയായിട്ട് ഇത് വാങ്ങും കൂടെ ചെയ്യുമ്പോൾ. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ദക്ഷിണ നേരാവണ്ണം ചെയ്യാണ്ട പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ചോദിച്ചിട്ട് പോയിട്ട് ചെയ്യണ ആളുണ്ടല്ലോ, ആ ആൾക്ക് ആ കർമ്മം വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ആവാത്തതിൻ്റെ പ്രശ്നം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ 10 ഇരട്ടിയായിട്ട് ഇത് വർദ്ധിക്കാനാണ് സാധ്യത. അപ്പം ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷൻ താൻ പഠിച്ച് ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടുള്ളതും തൻ്റെ പഠനത്തിൽ കൂടെ ആർജിച്ചിട്ടുള്ളതും അനുഭവത്തിൽ കൂടെ ആർജിച്ചിട്ടുള്ളതും തൻ്റെ ഉപാസന കൊണ്ട് തനിക്ക് വന്നിട്ടുള്ള ഇൻസൈറ്റും വെച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. ഓരോരുത്തർക്കും ഈ പറഞ്ഞതൊക്കെ വേരിയിങ് ലെവലായിരിക്കും, വ്യത്യാസമുള്ള ലെവൽസിലായിരിക്കും. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ മാറുന്നതും ഈവൻ ഇൻ്റർപ്രിട്ടേഷൻസ് മാറുന്നതും. അല്ലേ? ചില രസികൻ സംഭവങ്ങളുണ്ട്. ജാതകം കണ്ടാൽ തോന്നും 12 ഇന്ന ഗ്രഹം നിൽക്കണമെന്ന്. വാസ്തവത്തിൽ സൂക്ഷ്മമായി നോക്കിയാൽ 11 പുറപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. 12 കാലിങ്ങനെ വെച്ച് നിൽക്കണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുന്ന ജ്യോതിഷന്മാരുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നാച്ചുറലി അതിനനുസരിച്ച് പരിഹാരം മാറി. ഞാനൊരു ഒരു വിഷ്വൽ തന്നാണ് മനസ്സിലാക്കാൻ. അപ്പോൾ സൂക്ഷ്മത എവിടുന്നാണ് വരണത്? ഗുരുത്വം കൊണ്ട്, ശാസ്ത്രജ്ഞാനം കൊണ്ട്, സർവോപരി ഉപാസന കൊണ്ട്. അതിൽ ഗുരുത്വവും ഉപാസനയും വലിയ ഘടകമാണ് ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി വേറെയും ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കടുത്ത ആഭിചാരാദികളൊക്കെയാണ് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്തവർ മറ വെച്ചിട്ടുണ്ടെങ്കിൽ, തിരസ്കരണി പോലുള്ള മറ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാസന കുറഞ്ഞൊരു ജ്യോതിഷൻ പറയും കുഴപ്പമൊന്നുമില്ലോ ജാതകത്തിൽ പറയും. എന്നാൽ നല്ല ഉപാസനയുള്ള ആൾ പറയും സംഭവം എന്തുകൊണ്ട് മറിഞ്ഞിട്ടായിരിക്കണമെന്ന് പറയും. അതിഗംഭീരനായിട്ടുള്ള ജ്യോതിഷനാണെങ്കിൽ പറയും സംഭവം ഇന്നതാണ് പക്ഷെ മറ വെച്ചിരിക്കുകയാണ്, അത് ആദ്യം പൊടിക്കണം. നോക്കുന്ന തലാണ്, സൂക്ഷ്മതയാണ്. നിമിത്താണെങ്കിലും എന്ത് ഇൻ്റർപ്രറ്റ് ആണെങ്കിലും ഈ ഗുരുത്വവും സൂക്ഷ്മതയും, ശ്രദ്ധ, ഗുരുത്വം, ഉപാസന, ശാസ്ത്രജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല. തലക്കുളത്തൂർ ഭട്ടതിരിയും മകനും കൂടെ പോയ കഥ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അത് പായസം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ? അതുപോലെ അങ്ങനെ അനവധി. നേരത്തെ ആ കിളിയുടെ കാര്യം പറഞ്ഞ പക്ഷികളുടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് കണക്റ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ല അതെ. ഇപ്പോൾ അതേമാതിരി തന്നെ ഒരു നമ്പൂതിരിക്ക് അദ്ദേഹത്തിന് ശരീരത്തിൽ കുഷ്ഠോ എന്തൊരു അസുഖം വന്ന സമയത്ത് ഒരു വൈദ്യൻ, അദ്ദേഹം ജ്യോതിഷനും കൂടി, അദ്ദേഹം പറഞ്ഞു മലമ്പാമ്പിൻ്റെ നെയ്യ് കൊണ്ട്. കേട്ടിട്ടില്ലേ ആ കഥ? അത് പറഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. അത് അങ്ങനത്തെ അതുപോലെയുള്ള എന്താ പറയുക, അത്ര സൂക്ഷ്മമായിട്ട് പഠിക്കുന്നവർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ കോംപ്രമൈസ് ചെയ്യുന്നവരാണ് വർദ്ധിച്ചു വരുന്നത്. അവരെയാണ് ജനം അറിയണത്, അവരെ പരസ്യങ്ങളിലുള്ളൂ എന്നുള്ളതാണ് സങ്കടം. പിന്നെ വേറൊന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓരോ ജ്യോതിഷന്മാർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. അവരവരുടെ മോറൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടും. ഇപ്പോൾ ചിലർ യാഥാസ്ഥിതികരായിരിക്കും, ചിലർ കുറച്ചുകൂടെ ലിബറലായിരിക്കും. അതിനനുസരിച്ചാണ് പരിഹാരങ്ങൾ. ഇപ്പോൾ ഒരു ജ്യോതിഷം പറയണം നീ പഴനി പോയിട്ട് തൊഴുതുക ശരിയാവും എന്ന് പറയും. വേറൊരുത്തം പറയണം പഴനി മല നീ നടന്നു കയറണം. വേറൊരാൾ പറയും പഴനിമല നീ ഓടിക്കയറണം, പഴനിമല നീ കാവടി എടുത്ത് കയറണം. അത് ഓരോ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പരിഹാരം പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്കറിയണ ഒരു ജ്യോതിഷൻ, അദ്ദേഹം പറയും ഇന്ന സ്ഥലത്ത് ഇന്ന അമ്പലത്തിൻ്റെ ഇന്ന കോണിൽ പോയിട്ട് 15 മിനിറ്റ്, അതിൽ കൂടാനോ കുറയാനോ പാടില്ല, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് വരാൻ പറയും. ഓക്കെ. അദ്ദേഹം പറയും അതവിടെ കറക്ഷനായി കൊടുക്കും. അത് അദ്ദേഹത്തിൻ്റെ രീതി. അതാ നാണയം കൊണ്ട് മാത്രം പരിഹാരം പറഞ്ഞൊരു ജ്യോതിഷനെ എനിക്കറിയായിരുന്നു. അദ്ദേഹം പറയും 1 രൂപ തൊട്ടെടുക്കുക,
അല്ലെങ്കിൽ 2 1 രൂപ തൊട്ടെടുക്കുക, അല്ലെങ്കിൽ 11 1 രൂപ തൊട്ടെടുക്കുക. മാക്സിമം മൂപ്പർക്ക് 11 1 രൂപ തൊട്ടാ. ഇതിൻ്റെ കോമ്പിനേഷനിലാണ് മൂപ്പരുടെ മിക്ക പരിഹാരം ഉണ്ടായിരുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. കേരളീയ ജ്യോതിഷനായിരുന്നു. അതൊരു സിദ്ധിയാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തതായിരിക്കും. അതുകൊണ്ട് ഇന്നതാണ് ഫിനിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഫലസിദ്ധിയുടെ വിഷയം കിടക്കുന്നത് ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ, അതേമാതിരി തന്നെ നമ്മുടെ കർമ്മത്തിൻ്റെ ശക്തി, നമ്മുടെ സമർപ്പണ ഭാവം, നമ്മുടെ മനസ്സിൻ്റെ വന്നിട്ടുള്ള പരിവർത്തനം. ആദ്യം ഒരു ദുഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ ആ ദുരനുഭവത്തിന് കാരണമായിട്ടൊരു കർമ്മമുണ്ട് എന്നുള്ള നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യലാണ് ആദ്യം വേണ്ടത്. ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ഇതിന് കാരണം. അതെന്താണെങ്കിലും അത് ഇനി വരാത്തവണ്ണം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സമർപ്പണ ബുദ്ധി വരുന്ന ഒരുത്തിന് വെറുതെ ചിലപ്പോൾ ഒരു നാമം വെറുതെ ഒന്ന് ജപിക്കണോണ്ട് ചിലപ്പോൾ ഒരു 3000 ഒരു ഹോമം ചെയ്യണതിൻ്റെ ഫലം അവിടെ കിട്ടും. നേരെ മറിച്ച് 3000 ഒരു ഹോമം ചെയ്താലും ഈ സമർപ്പണ ബുദ്ധി ഇല്ലെങ്കിൽ, ഈ ആന്തരിക പരിവർത്തനം ഇല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. ഇതുകൊണ്ടാണ് 99% പരിഹാരങ്ങളും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് തലയ്ക്ക് കുറച്ച് വെളിച്ചം വന്നിട്ട് അതിനനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ ഒരു ജ്യോതിഷനെ അവർക്ക് കളിയാക്കാൻ തോന്നില്ല. ജ്യോതിഷൻ്റെ ഉപാസനയുടെ കാര്യം അന്വേഷിക്കാൻ നമ്മളാളല്ല, അത് ഭഗവാൻ നോക്കും. അല്ലെങ്കിൽ ജ്യോതിഷൻ്റെ ശാസ്ത്രജ്ഞാനം എന്താണെന്നുള്ളത് അത് അത് അവരുടെ വിധിയാണ്, അത് അവരുടെ കർമ്മത്തിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് നമ്മുടെ അകത്ത് വരുന്ന ആന്തരിക പരിവർത്തനത്തിനനുസരിച്ചിട്ട്, ആ വിശ്വാസത്തിനനുസരിച്ച് അവിടെ മാറണം. അതാണ് പരിഹാരങ്ങൾ എഫിക്കസിയിൽ വ്യത്യാസം വരുന്നത്, പരിഹാരങ്ങളിൽ തന്നെ വ്യത്യാസം വരുന്നത്, പഠിക്കണ സ്കൂൾ അനുസരിച്ചിട്ട് എന്താ പറയുക ഇത് മാറുന്നത്, പിന്നെ ദിവസത്തിൻ്റെ വ്യത്യാസം, സ്ഥലത്തിൻ്റെ വ്യത്യാസം, സമയത്തിൻ്റെ വ്യത്യാസം ഒക്കെ അനുസരിച്ചിട്ട് നിമിത്തവും ഇത് എന്താ പറയുക പ്രശ്നം മാറും, രാശി മാറുന്നത്. അപ്പം ഈ ഒരു പരിഹാരം പറഞ്ഞു, ഒരു ഫലം ഉണ്ടായി, ആ ഫലം ജ്യോതിഷം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫലം ഉണ്ടായി. തന്ത്രം കൊണ്ട് ഈ ഫലം മാറ്റാൻ പറ്റുമോ? തന്ത്രം കൊണ്ട് മാറ്റാൻ പറ്റും. മാറ്റുക വെച്ചാൽ തന്ത്രം കൊണ്ട് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടിച്ച് വരുത്താൻ പറ്റും. തന്ത്രം കൊണ്ട് എന്താ, നമ്മൾ തന്ത്രം വെച്ചാൽ ഈ പറഞ്ഞ പൂജാദികളെയാണല്ലോ നമ്മൾ തന്ത്രം എന്ന് പറയണത്. മന്ത്രം പൂജ, അതിനാണ് ഇവിടെ തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം വെച്ചാൽ തന്ത്രം അതിൻ്റെ ഉയർന്ന തലത്തിൽ വലിയൊരു സ്കൂളാണ്. കാരണം സാക്ഷാത്കാരത്തിനാണത്. ശരീരത്തിനെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ശരീരത്തിൻ്റെ സകല ഫാക്കൽറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കലാണ് തന്ത്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടിയിട്ട് ഞാനതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. അശോക് ഉദ്ദേശിച്ചത് മന്ത്രം, പൂജ, ഹോമം, തീർത്ഥസ്നാനം, ദാനം, രത്നം ഒക്കെ വരാം. രത്നം മാറ്റി നിർത്താം നമുക്ക്. പക്ഷേ ഒരു സ്നാനത്തിൻ്റെ അടുത്ത് വരും. സ്നാനം പോലും വേണ്ട, നമ്മൾ തന്ത്രത്തിൽ സ്നാനം വരും. ശരിക്ക് അഭിഷേകങ്ങളൊക്കെ ഉണ്ട്, കലശാട് അതൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഈ ബാധ ഒക്കെ മാറ്റാനും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം മന്ത്രം സൂക്ഷ്മമായിട്ടുള്ള സ്പന്ദനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാത്ത പരിവർത്തനം വരുത്തും. ദാനവും പൂജയും എന്താ? നമുക്കുള്ള എന്തോ ഒന്നിനെ മറ്റൊരാൾക്ക് കൊടുക്കലാണ് ദാനം. ത്യാഗമാണ് അവിടെ. കുറേ ഉണ്ടായിട്ട് കുറച്ചെടുത്ത് കൊടുത്താൽ ദാനമല്ല, ത്യാഗമല്ല. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്തൊന്ന് കൊടുത്താൽ ഒരു വലിയ വോയിഡ് ഉണ്ടാക്കുമോ, അതാണ് ത്യാഗം. ഒരു വലിയ ഒഴിവ് അവിടെ ഉണ്ടാവണം. 1 കോടി ഉറുപ്പിയുണ്ടായിട്ടുള്ള ഒരുത്തൻ ദിവസം 10 ഉറുപ്പ്യ കൊടുക്കുന്നത് ദാനമല്ല, ത്യാഗമല്ല. അവൻ ആ 1 കോടി ഉറുപ്പ്യ എടുത്ത് ആർക്കും കൊടുത്താലേ അത് ത്യാഗമുള്ളൂ. അതാണ് ദാനമുള്ളൂ. യഥാർത്ഥ ദാനത്തിൻ്റെ കണക്കതാണ്. ഇനി പൂജ എന്താ? ഭഗവാനെ, എനിക്ക് എൻ്റെ ഈ ശരീരേ നിനക്ക് തരാനുള്ളൂ, പക്ഷേ ഇതെനിക്കെടുത്ത് തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നിർമ്മിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങൾക്ക് തുല്യമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ ഞാൻ നിനക്ക് തരണു. ആകാശത്തിന് പ്രതീകമായിട്ട് പുഷ്പം, ജലത്തിന് പ്രതീകമായിട്ട് അഭിഷേകം, വായുവിന് പ്രതീകമായിട്ട് ധൂപം, അതായത് ചന്ദനത്തിരിയോ വല്ലതും, അഗ്നിക്ക് പ്രതീകമായിട്ട് കൊടിവിളക്ക്, പൃഥ്വിക്ക് പ്രതീകമായിട്ട് അമൃതസ്വരൂപമായിട്ടുള്ള നേദ്യം. നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ദാനവും പൂജയും കൊണ്ട് എന്ത് സംഭവിക്കുന്നു? എളിമ വരണു, മനസ്സിന് ശാന്തി ഉണ്ടാവും. മന്ത്രം സൂക്ഷ്മമായി കിടക്കണ വാസനകളെ വരെ അകത്ത് എന്ന് കറക്റ്റ് ചെയ്യും. ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അതേപോലെയാണ് മന്ത്രം. പൂജയും ദാനവും ഹോമവും ശരീരത്തിലുള്ള ഊർജത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് മനസ്സിനെ ശാന്തി ഉണ്ടാക്കി തരണം. സ്നാനം നമുക്ക് ആന്തരികവും ബാഹ്യമായിട്ടുള്ള സർവത്ര ശുദ്ധിയെ തരണം. നോക്കൂ, തന്ത്രം അപ്പോൾ നമ്മളെ മോഡിഫൈ ഉണ്ടോ ഇല്ലയോ? ഈ ഗ്രഹങ്ങളുടെ
ഇഫക്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഡെഫിഷ്യൻസികളിൽ നിന്ന് നമ്മളെ കരകയറ്റുണ്ടോ ഇല്ലയോ എന്ന് ഇനി പറയൂ. ഇതല്ലേ ചെയ്യണത്. ഇപ്പോൾ ശനിയുടെ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾ ശനിയുടെ മന്ത്രം ചെല്ലണു. വൈദിക മന്ത്രമാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ ഷന്നോ ദേവീരവിഷ്ട അബോ ബന്ധു വിദേശം വിവര വിശ്രവന്തുര, മറ്റേത് ഓം എന്നൊക്കെ പറഞ്ഞിട്ട് ബീജാക്ഷരങ്ങളോട് കൂടിയിട്ട് ശനിയുടെ മന്ത്രം, അത് താന്ത്രിക മന്ത്രമാണ്. എന്ത് ചെല്ലുകയാണെങ്കിലും ഏതൊരു വൈബ്രേഷൻ്റെ കുറവാണോ നമ്മളിൽ ശനിദോഷമായിട്ട് നിൽക്കുന്നത്, ഈ മന്ത്രം ആ വൈബ്രേഷനെ അവിടെ നിറച്ച് തരുന്നുണ്ട്, അതിനെ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് അല്ലേ. അതേപോലെ ദ്രവ്യങ്ങളും, എന്തുകൊണ്ട് നേദ്യങ്ങൾ തന്നെ ഇന്നിന്ന ദ്രവ്യങ്ങളായത്, അതാത് ഡെഫിഷ്യൻസിയാണ് അവിടെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യണത്. ഈ കാളിക്ക് കടുംപായസം കൊടുക്കണേന് ഒരു കാരണമുണ്ട്. വൈഷ്ണവമായിട്ടുള്ള ചൈതന്യങ്ങൾക്ക് വെണ്ണയും പാലും മാത്രം വെച്ചിട്ടുള്ള കളി കൂടിയതിനും കാരണമുണ്ട്. ശൈവമായിട്ടുള്ളതിന് ജലത്തിന് ആധിക്യം കൂടുതലും വലിയ ഉപ്പോ പുളിയോ മുളകോ ഒന്നുമില്ലാതെ കൊടുക്കുന്നതും പകുതി വന്നതും കൊടുക്കുന്നതിനും കാരണമുണ്ട്. അതാത് ചൈതന്യങ്ങൾക്കുള്ള ബാലൻസുകളാണ് നേദ്യദ്രവ്യങ്ങൾ. അത് തന്ത്രം നിഷ്കർഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുദ്രകൾ, ഇന്നിന്ന മുദ്രകൾ പിടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇന്നിന്ന നാഡികൾ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഏതൊരു ഊർജ്ജ വ്യത്യാസമാണോ ആ ഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് അത് കറക്റ്റാവും. ഓക്കെ, നോക്കൂ, തന്ത്രം അപ്പോൾ എല്ലാ തലത്തിലും കറക്റ്റ് ചെയ്യല്ലേ. ജ്യോതിഷപരമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ കണ്ടെത്തിയോ നമ്മളിൽ, പ്ലസ്സും മൈനസും, പ്ലസ്സിനെ കൂടുതൽ പ്ലസ് ആക്കാനും മൈനസായിട്ടുള്ളതിനെ നികത്തി നോർമലാക്കാനും ഒക്കെ മന്ത്രം, ദ്രവ്യം, ഇപ്പോൾ എന്താ പറയുക, അതുമാതിരി പൂജ, ഹോമം, ദാനം, ഇതൊക്കെ ഏതൊരു വസ്തുവാണോ ആ ഗ്രഹത്തിൻ്റെ ഊർജ്ജത്തെ നിൽക്കണം അത് ഇല്ലാത്തവന് കൊടുക്കുകയെന്നുള്ളവൻ എള്ള് ദാനം ചെയ്യുക, ഉപ്പ് ദാനം ചെയ്യുക. ചില വ്യക്തികൾക്ക് ആഴ്ചയിലൊരിക്കൽ ഉപ്പ് ദാനം ചെയ്താൽ തന്നെ ഒരു 99% പ്രശ്നവും മാറും. ഉപ്പൊരു സർട്ടൺ എനർജി ഉണ്ട് ചില വ്യക്തികൾക്ക്, ചില ആൾക്കാർ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവരുടെ മെയിൻ പ്രശ്നങ്ങളൊക്കെ ഈ ഉപ്പുമായിട്ട് ഉപ്പൊരു എനർജി ഉണ്ട്. ഇതിൽ പ്രപഞ്ചത്തിൽ എനർജി ഇല്ലാത്തൊരു വസ്തുവില്ലല്ലോ എല്ലാറ്റിലും. എന്തുകൊണ്ടാണ് നമ്മൾ ഈവൺ ഏത് മതപദ്ധതിയിലാണെങ്കിലും ഓരോ സർട്ടൺ ദ്രവ്യങ്ങൾ ചിലതിന് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് കുന്തിരിക്കം പോയിക്കണു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സാമ്പ്രാണി പോയിക്കണു, എന്തുകൊണ്ട് ഊത് പോയി, ആ ഊർജ്ജമാണത്. ആ ഊർജ്ജം മനസ്സിൻ്റെ ചില തലങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ശരീരത്തിൻ്റെ ചില തലങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആ നോളജാണ് തന്ത്രം. ശബ്ദം, ദ്രവ്യം, ഇതൊക്കെ കൊണ്ട് എങ്ങനെ ബാലൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രമാണ് തന്ത്രം. ഒരു തരത്തിൽ നോക്കിയാൽ അത് ആത്യന്തികമായിട്ട് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്ത്രത്തിൻ്റെ വലിയ പാരാഫർണിയിൽ അതിൻ്റെ ആയുധങ്ങളെ മുഴുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ കറക്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. കാരണം ജ്യോതിഷം നമ്മുടെ ഇൻറ്റേർണൽ മേക്കപ്പിനെ കാണിച്ചു തരുന്നു. ആ ഇൻറ്റേർണൽ മേക്കപ്പിനെ കറക്റ്റ് ചെയ്യാനുള്ള ടൂൾസാണ് തന്ത്രം ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഏത് ഇതിൽ വരും, ഏത് ഫ്രെയിം വർക്കിൽ വരും? നമ്മളിപ്പോൾ ആസ്ട്രോളജി പറയുമ്പം, പഞ്ചാംഗം പറയുമ്പോഴും ശരത്തേട്ടൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ തന്ത്രം റെമഡീസിലേ വരുള്ളൂ. ഇത് പക്ഷേ തന്ത്രത്തിന് ജ്യോതിഷം വേറെ തരത്തിൽ ഉപയോഗിക്കും. തന്ത്രത്തിൽ സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള മുഹൂർത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗ്രഹങ്ങളുടെ യോഗങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ. ഉദാഹരണത്തിന് ഗ്രഹണ സമയത്ത് മന്ത്രങ്ങൾ ചെല്ലുന്നത് ഭയങ്കര പവറാണ്. ഓക്കെ. ചില താന്ത്രിക ക്രിയകൾ, ചില അനുഷ്ഠാനങ്ങൾ ചെയ്യണത് വളരെ വിശേഷമാണ്. അതുകൊണ്ട് ഓപ്റ്റിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുഹൂർത്തവും പഞ്ചാംഗവും തന്ത്രം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ചര്യകൾക്കാണ്, അതിൻ്റെ ആചരണങ്ങൾക്കാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ തന്നെ പറയില്ലേ, വാസ്തുഹോമം നടത്താൻ പറ്റിയ സമയതാ, വീട് പാല് കാച്ചലിൻ്റെ തലേ ദിവസം വാസ്തു ശാന്തി നടത്തും, പിറ്റേന്ന് രാവിലെ എന്തുകൊണ്ടാണ് രാവിലെ ഇത്ര മണിക്ക് മുമ്പ് ഗണപതി ഹോമം കഴിയണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കണേ. തന്ത്രക്രിയയാണത്. അത് ചെയ്യാനൊരു മുഹൂർത്തം കൊടുക്കുന്നില്ലേ? എന്തിന് പാല് കാച്ചൽ പോലും ഒരു താന്ത്രിക ക്രിയയാണ്, മുഹൂർത്തം നോക്കിയിട്ടാണ്. ആ താന്ത്രിക ക്രിയ അത് ശരിക്കും. എന്തിന് ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തുന്ന താന്ത്രിക ക്രിയയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യമുണ്ട്, കൊടുക്കൽ വാങ്ങലുകൾ രണ്ടു കൂട്ടർക്കും ഉണ്ട്. ജ്യോതിഷം പറയുന്ന പരിഹാരങ്ങൾ തന്ത്രം ചെയ്തു കൊടുക്കും, തന്ത്രം ചെയ്യേണ്ട ഉത്തമ മുഹൂർത്തങ്ങളും അനുകൂല സാഹചര്യങ്ങളും ജ്യോതിഷവും കാണിച്ചു കൊടുക്കും. സോ ദേ ആർ ലൈക്ക്, അതുകൊണ്ട് ജ്യോതിഷം പഠിച്ചിരിക്കണമല്ലോ. തന്ത്രം പഠിക്കണമെങ്കിൽ ജ്യോതിഷം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. ഒരു ബേസിക് നോളജെങ്കിലും വേണം. നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സെഗ്മെൻറ്റ്, അതായത് നമ്മൾ കേരളത്തിൽ മാത്രമേ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൂ ഗുളികൻ
എക്സ്ട്രീംലി പ്രോമിനൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ. അപ്പം പക്ഷേ മറ്റേ റീജിയണൽ സിസ്റ്റംസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വളരെ ബെയർലി മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഗുളികൻ്റെ ഇമ്പോർട്ടൻസ്? കാന്താര വന്നപ്പോൾ കുറച്ച് പേർക്ക് ഗുളികൻ എന്താണെന്ന് അറിയാം, ബട്ട് ദെൻ അതും ഒരു എക്സാക്റ്റ് പിക്ചർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ആ ഗുളികൻ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ബാക്കിയുള്ളയിടത്ത് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഗുളികൻ്റെ ഉത്ഭവം ശരിക്കും അദ്ദേഹം ഒരു മന്ത്രമൂർത്തിയാണ്, അല്ലെങ്കിൽ ഒരു ഉപഗ്രഹ ദേവത എന്ന് പറയാം. അങ്ങനെ ഉപഗ്രഹ ദേവത നമ്മളൊരു അതിനെ ഞാൻ പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് ഗ്രഹമല്ല, റൈറ്റ് ഒരു ഉപഗ്രഹ, മനസ്സിലായി. ഓക്കെ, മെയിൻ ആളല്ല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കേരള സമ്പ്രദായത്തിൽ നിന്നും ഗുളികനെ നമ്മൾ പുറത്ത് ഉള്ള ജ്യോതിഷത്തിൽ GK എന്നൊക്കെ ഇപ്പോൾ എഴുതി വയ്ക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഗുളികൻ കേരള സമ്പ്രദായത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. മഹാദേവൻ്റെ കാൽപാദത്തിൻ്റെ വിരൽ പൊട്ടിപ്പിളർന്നിട്ട് വന്നവനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്ഭവം. അങ്ങനെയാണ്, മഹാദേവൻ തന്നെ പൊട്ടിപ്പിളർന്ന് വന്നിട്ടുള്ള ആളായിട്ടാണ് പറയാറ്. പ്രത്യേകിച്ച് ഈ കേരള ജ്യോതിഷത്തിൽ ഈ ആരോഗ്യം, ആയുസ്, അതുപോലെ ഈ കർമ്മം, ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഉള്ള സ്വാധീനങ്ങളെ വളരെയധികം സ്റ്റഡി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളീയ ജ്യോതിഷത്തിന്. അതിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളല്ലാത്ത ചില ശക്തികൾ കൂടിയുണ്ട്, ഈ ആയുസ്സും കർമ്മത്തിനെയൊക്കെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഗുളികൻ. ഗുളികൻ്റെ സ്ഥാനം കൊണ്ട് സാധാരണ ഗുളികനുണ്ടെന്ന് പറഞ്ഞാൽ പേടിയല്ല, അവൻ്റെ നാക്കിൽ ഗുളികനാണെന്ന് വരെ പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതാണതിലെ ഏറ്റവും എന്താ പറയുക രസമായിട്ടുള്ളൊരു കാര്യം. ഗുളികനെ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഗുളികൻ എവിടെ നിൽക്കണോ അവിടെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും തപസ്സും വേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത്. ഗുളികൻ ഈസ് ടെല്ലിങ് us where I am standing, that's where you should be very careful with in that phase of life. ഗുളികൻ നിൽക്കുന്നത് ശരീരസ്ഥാനത്താണെങ്കിൽ നിൻ്റെ ശ്രദ്ധ, നിൻ്റെ അച്ചടക്കം, നിൻ്റെ തപസ് വെച്ചാൽ കൺസിസ്റ്റൻ്റ് എഫർട്ടിനെയാണ് ഈ തപസ് എന്ന് പറഞ്ഞത്. നിൻ്റെ ശരീരം നീ ശ്രദ്ധിച്ചോ, മനസ്സിൻ്റെ സ്ഥാനത്താണെങ്കിൽ അവിടെ, അച്ഛൻ്റെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ, അമ്മയുടെ സ്ഥാനത്താണെങ്കിൽ, തൊഴിലിൻ്റെ സ്ഥാനത്താണെങ്കിൽ, ഏത് സ്ഥാനത്താണോ നിൽക്കേണ്ടത് ഭഗവാൻ കാണിച്ചു തരികയാണ്. നീ ഈ ജന്മത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നീ കൂടുതൽ എഫർട്ട് ഇടേണ്ടത്, അവിടെയാണ് നീ കൂടുതൽ എന്താ പറയുക ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം എന്താ, നമ്മൾ പറയില്ല, ഇവർ അമ്മയ്ക്കിപ്പോൾ 10 മക്കളുണ്ട്, ഒരു കുട്ടിക്ക് കുറച്ച് അനാരോഗ്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയല്ലേ അമ്മ അധികം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധയാണ് വേണ്ടത്, അവിടെയാണ് അനാരോഗ്യം. നമ്മുടെ ജാതകചക്രത്തിൽ അനാരോഗ്യം ഏറ്റവും കൂടുതലുള്ള ഏരിയ ആയിരിക്കും ഈ ഗുളിക നിൽക്കുന്ന ഏരിയ. അത് ജീവിതത്തിൽ ഏതാണെന്നുള്ളത് ആ രാശിക്കനുസരിച്ച് മാപ്പ് ചെയ്താൽ കിട്ടും. ഇതാണ് നമുക്ക് സാമാന്യേന പറയാൻ പറ്റുന്ന മന്ത്രമൂർത്തിയും കൂടിയാണ്. തെയ്യമൊക്കെ ഉള്ളതാണ്, വടക്കേ മലബാറിലൊക്കെ തെയ്യമുള്ളതാണ്, അതിരൗദ്രമൂർത്തിയാണ്. പക്ഷേ നമ്മുടെ ജ്യോതിഷത്തിൽ, കേരളീയ ജ്യോതിഷത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് എന്താ പറയുക ഗുളിക എന്ന് പറഞ്ഞാൽ. അതെ, മാന്തി അദ്ദേഹം എന്താ പറയുക ഗുളികനെ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഗുളികൻ്റെ ഇത് വെച്ച്. കാരണം വേറൊന്നുമില്ല, അതിൻ്റെ അപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പ്രയോഗ സാധ്യത ഇതാണ്. അദ്ദേഹം നിൽക്കുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അടിവെച്ച് പോകേണ്ട സ്ഥലങ്ങൾ, കണ്ണും മൂക്കും ഇല്ലാണ്ട് പോകാൻ പാടില്ല. പിന്നെ അതിൻ്റെ പറ്റി ഗുളികൻ്റെ ഉദയം അസ്തം അങ്ങനെ കൊണ്ട് അതൊക്കെ അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. ചോദിച്ചതിനുള്ള ഉത്തരമായി എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ്സിൽ ശരത്തേട്ടൻ ഈ ചാർട്ടുകളെ പറ്റി പറഞ്ഞായിരുന്നു, D1 D2 D3 D60 വരയ്ക്കും പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് ഈ ഡി എന്ന് റെഫർ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് വെസ്റ്റേൺ അസ്ട്രോളജിയുടെ ഇതാണത് ശരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അതെനിക്ക് അത്ര അറിയില്ല എന്തുകൊണ്ടാണ് ഡി എന്ന് പറയുന്നത്. നമ്മളവിടെ അംശം എന്നാ പറയാത്, ഇത്ര അംശമായിട്ട് നവാംശം, ഷഷ്ട്യംശം, മനസ്സിലായില്ല, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയണത്. അതായത് രാശിയെ വിഭജിക്കുന്ന രീതിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നിരുന്നല്ലോ. ഇപ്പൊ ഈ 60 ഡിവിഷണൽ എന്നുള്ളതിന്റെ ചുരുക്കമായിരിക്കണം. അപ്പൊ ഈ 60 ഡിവിഷണൽ ചാർട്ട് എന്നാണല്ലോ പറയാം അംശത്തിന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡി എന്ന് പറഞ്ഞത്. ഡിവിഷണൽ ചാർട്ട് 1 ഈസ് D1, ഡിവിഷണൽ ചാർട്ട് 2 D2. ഇത് ഡിഫൈൻഡ് ആണോ? ഈ നമ്പേഴ്സ് 1ൽ ഇങ്ങനെയായിരിക്കും, 2ൽ ഇങ്ങനെയായിരിക്കും എന്ന് പറയല്ല, അത് കണ്ടെത്തേണ്ട മെത്തേഡ് ഡിഫൈൻഡ് ആണ്.
റൈറ്റ് റൈറ്റ്. ആ കാൽക്കുലേഷൻ ഡിഫൈൻഡ് ആണ്. ആ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് ആ ചാർട്ട് അവിടെ കിട്ടുന്നത്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചു എന്താണ് ഈ ഡി ഡി എന്ന് വെച്ചാൽ ഡിവിഷണൽ ആയിരിക്കണം. ഡിവിഷണൽ ആയിരിക്കണം, അതായിരിക്കണം. അല്ല വെസ്റ്റേൺ അസ്ട്രോളജിയുടെ ഭാഗമാണ് ശരിക്കും അത്. നമ്മുടെ ഇതിലേക്ക് പിന്നെ അവർ കൊണ്ടുവരണല്ലോ എടുത്തിട്ട്. ഈ ഗുളികൻ്റെ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നാക്കിൽ ഗുളികൻ്റെ പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം നമ്മുടെ നാക്ക് അത്രയും ശ്രദ്ധിക്കണം എന്നാ. നമ്മുടെ വാക്കിലാണ് അദ്ദേഹം ഇരിക്കണമെങ്കിൽ ഏത് നേരത്തെ പറഞ്ഞത് തിരിഞ്ഞു പോകുക എന്നുള്ളതുകൊണ്ട് എന്തോ ആലോചിച്ചാൽ പറയാവൂ. അതാണ് ഈ നാക്കിലെ ഗുളിക എന്ന് പറഞ്ഞത്. പറഞ്ഞത് ഫലിക്കും എന്ന് പറയുമ്പോൾ അവന്റെ നാക്കില് ഗുളികൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു എന്താ വെച്ചാൽ അത്രയും ഇൻറ്റൻസ് ആണ്. ഒരു മാസീവ് ഒരു സെഷൻ ആയിരുന്നു. അത് വലിയ സെഷൻ, സമയമുണ്ടല്ലോ. എനിക്കത് ഞാൻ ഈ ടോപ്പിക്ക് ഞാൻ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിച്ചെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിന് ഇത്രയ്ക്ക് ഇത് ഡീപ്പ് ഡൈവ് ചെയ്താലും എത്താത്ത ലെവലിലുള്ള ലെവലിലാണ് പോയിരിക്കുന്നത്. പക്ഷെ എനിക്കത് നമ്മൾ ഈ അന്ധവിശ്വാസം അല്ല, ഇത് ജസ്റ്റ് നോട്ട് എ വാൾ കാലണ്ടർ, അല്ലെങ്കിൽ വെറും ഇപ്പോൾ മറ്റേ രാഹുകാലമാണോ ഗുളിക കാലമാണോ എന്ന് മാത്രം നോക്കുന്ന ഒരു അല്ല. അശോക് ഇപ്പോൾ ഇത് ചെയ്യിപ്പിച്ച് ഞാൻ സാധാരണ ഈ പ്രഭാഷണങ്ങൾ ആൾക്കാർ നമുക്ക് സാധാരണ നമ്മൾ ഗൃഹസ്ഥർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ പോഡ്കാസ്റ്റ് വരാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ എന്നെ എല്ലാവരും കൂടെ പിടിച്ച് പ്രൊഫഷണൽ ജ്യോതിഷനാക്കണ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ചെയ്യില്ല എന്നാലും പിന്നെ കാരണം അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് ഒരു ചെറിയമ്മ അവർ ക്യാരിയിങ് ആയിരുന്നു. അവർ പ്രസവിക്കാൻ പോകുന്ന കുട്ടി ഇന്നതായിരിക്കും, ഇന്ന നക്ഷത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സക്സസ്ഫുൾ പ്രവചനം നടത്തിയിട്ടാണ് ഞാൻ ഈ പണി ആദ്യം തുടങ്ങണത്. അപ്പോൾ അത് ഇപ്പോൾ വേ ബാക്ക് ഇൻ കുറേ വർഷം 80s എന്താ പറയുക സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കമാണത്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയും എന്താ പറയുക എനിക്ക് വേണ്ടവർക്കൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ ഈ അസുഖമുള്ള കേസുകൾ കുട്ടികൾ വരും. പിന്നെ അല്ലാത്തതൊക്കെ എപ്പോഴും പക്ഷേ ഞാൻ എന്ത് വെച്ചാൽ ഒരു പ്രൊഫഷണൽ അസ്ട്രോളജറുടെ അടുത്ത് കൂടെ കാണാൻ പറയും. ഞാൻ പറയണത് കാരണം എൻ്റെ രീതികൾ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ ഫണ്ടമെൻ്റൽസാണ് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ നോക്കുന്ന കാര്യങ്ങൾ രീതികളും എൻ്റേതായിട്ടുള്ള ഒരു മാർഗ്ഗത്തിലാണ് ഞാൻ നോക്കുന്നത്. കുറേയൊക്കെ ഈ വേറെ ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പണ്ട് ചെയ്തിരുന്നത് ഇങ്ങനെയാണെന്നുള്ള ഓർമ്മ ആ രീതികളൊക്കെ ചിലതൊന്നും ഇന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അപ്പം ഞാൻ പക്ഷേ അതിലേക്ക് അധികം തലവെച്ച് കൊടുക്കാറില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി കൂടുതൽ അറിയണതും കുഴപ്പമാണ്. ഉദ്ധവൻ്റെ അവസ്ഥയോ ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ അതുപോലെ അപ്പോൾ ഇവിടെ അസുഖങ്ങളൊക്കെ വരണം, ജെന്യുവിനായിട്ടുള്ള കേസുകൾ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കൊക്കെ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ, ചില വ്രണങ്ങൾ രോഗങ്ങളൊക്കെ വരുന്ന, ബുദ്ധിമാന്ദ്യം വരുന്ന, അങ്ങനെയൊക്കെ വരുന്ന കലാമിറ്റീസ് എന്ന് പറയില്ലേ നമ്മൾ ലൈഫിൽ, അങ്ങനത്തെ വരുന്നതിൽ ഞാൻ സമയം എടുത്തിട്ട് തന്നെ നോക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ പറഞ്ഞിട്ടുള്ള അതിലെ ഗംഭീരന്മാരായിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ളവർ അപ്പുറത്ത് വേറെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട് ധാരാളം. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. പക്ഷേ ചിലർ എന്നെ വിളിച്ച് ചോദിക്കും, ശരത്തൊരു നല്ല ജോത്സ്യനെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അതറിയില്ല. പക്ഷേ ഇത് കൺവെൻഷണൽ സ്വഭാവം ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപൂർവം ചില എസ്റ്റാബ്ലിഷ് ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും ഞാൻ പറഞ്ഞ് വിടാറുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല മിടുമിടുക്കന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരുടെയും വ്യക്തി ജീവിതത്തിൽ അവർ ലോൺലി ആയിരിക്കും, അല്ലെങ്കിൽ അവർ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ ആ അനുഭവ സമ്പത്തിൻ്റെ പക്വത വന്നിട്ടുണ്ടാവും. അത് പ്രായമാവണമെന്നൊന്നുമില്ല. ചെറുപ്പക്കാരനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ വളരെ സഹോദര തുല്യരായിട്ട് കാണുന്ന ഒരു 3-4 ജ്യോതിഷന്മാരുണ്ട് കേരളത്തിൽ. അതിൽ 2 പേര് നല്ല അറിയപ്പെടുന്നവർ തന്നെയാണ്. അവരുടെ അത് ഞാൻ പലപ്പോഴും അവരുടെ ലൈഫേ ത്യജിച്ചാണ് അവർ ജീവിക്കുന്നത്. എല്ലാം ത്യജിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ അവരൊരു ദേവപ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ആ ദേവത നന്നായിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് ആ നിസ്വാർത്ഥത അവരുടെ വാക്കിലും പ്രശ്നചാരത്തിലും പറയലിലും ഒക്കെ കാണും. അതുമാതിരി ഒരു വ്യക്തിക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയാം, ആ വ്യക്തിയെ സമൂലമായിട്ട് പരിവർത്തനം ചെയ്യാനാണ് അവർ നോക്കുക. അല്ലാണ്ട് അപ്പോഴുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല പറയുക. ഭീഷണിപ്പെടുത്തില്ല, ഭയം വിറ്റ് പൈസ മേടിക്കില്ല. കാരണം പകുതി പേര് ഭയം വിറ്റിട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ, വീട്ടിലൊക്കെ പ്രശ്നമാണല്ലോ, ഇങ്ങനെയൊക്കെ. അതൊരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആരുടെ വീട്ടിലെ പ്രശ്നമില്ലാത്തത്? നമ്മുടെയൊക്കെ വീടുകളിൽ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഭയമില്ലാത്ത മനുഷ്യരുണ്ടോ?
അപ്പോൾ അങ്ങനെ ജനറിക് സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതെ അങ്ങനെയുള്ളവരെ എനിക്ക് വളരെ ബഹുമാനമാണ്. അതിൽ വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല ഉപാസനയുള്ളവർ. ചിലർ അമ്മയെ ഉപാസിക്കുന്നവരാണ്, ചിലർ മുരുകനെ ഉപാസിക്കുന്നവരുണ്ട്, ചാത്തൻ സ്വാമി ഉപാസിക്കുന്നവരുണ്ട്. ഒരു ചാത്തൻ സ്വാമി ഉപാസിക്കുന്ന ഒരു ജ്യോതിഷനെ എനിക്കറിയാം. അദ്ദേഹം ആ സ്വാമിയെ തൻ്റെ പരദേവതയായിട്ട് കണ്ട്, തൻ്റെ കൂടപ്പറപ്പിനെയോ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ മകനെ പോലെയോ കണ്ട് അങ്ങനെ ഉപാസിച്ചുകൊണ്ട് ആ സ്വാമി അദ്ദേഹത്തിന് നല്ല ഉൾക്കാഴ്ച കൊടുക്കുന്നുണ്ട്. ഒരു രാശി കാണാത്ത കാര്യം അദ്ദേഹം പറയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തമാശ അല്ല, ഒരാളുടെ ജാതകം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ മൂപ്പരെ എടുത്ത് ചോദിക്കാൻ പറയും, അങ്ങനെ വിടും. അപ്പോൾ എന്നോട് പറയും, ശരത്തേട്ടാ ഞാനൊന്ന് സ്വാമിയോട് അനുവാദം ചോദിക്കട്ടെ കേട്ടോ പറയും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ചാത്തസ്വാമി അനുവാദം കൊടുക്കാണ്ട് അദ്ദേഹം ആ ജാതകം എടുക്കില്ല. അത് ഭക്തിയാണ്. സത്യം. സ്വാമിക്കും സന്തോഷമായിരിക്കും, എന്നെ അത്രയും സ്നേഹിക്കണ ഒരാളുണ്ടല്ലോ, എന്നെ കച്ചവടാക്കണില്ലല്ലോ അല്ലേ. എല്ലാ ഭഗവാന്മാരെയും കച്ചവടാക്കുകയാണ്, അതിൽ സ്വാമിയുടെ കാര്യത്തിൽ കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ സ്നേഹിക്കണ ഒരാളെ അവിടെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള എന്താ പറയുക, ഉപാസനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ആ അകത്തിരിക്കണ ആ അന്തരാത്മാവിലിരിക്കണ നമ്മുടെ ഉപാസനാമൂർത്തിയിൽ നമുക്ക് ചിലത് പറഞ്ഞു തരും, നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. കാരണം ഇപ്പം ഞാൻ പറയാം, നേരത്തെ അശോക് പറഞ്ഞു രാശി വ്യത്യാസം വരേണ്ടത്. അശോക് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി ഒരു രാശി എടുത്തു, ആ രാശിയുടെ ഒരു ഫോട്ടോ എടുക്കുക, അതെടുത്തിട്ട് വേറൊരാളെടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണത് വേറെ ഇരിക്കും. ഈ ഇൻ്റർപ്രറ്റേഷനിൽ ശാസ്ത്രത്തിൻ്റെ അറിവോ ഗുരുത്വം മാത്രമല്ല, ആ ഉപാസനാമൂർത്തി കൊടുക്കുന്ന ഉൾക്കാഴ്ചയുണ്ട്. ആരും കാണാത്ത കാണും. തലക്കുളത്തൂർ ഭട്ടതിരി കൊമ്പ് ഉണങ്ങിയതായിരുന്നു എന്ന് കണ്ടിട്ട് പായസം കരിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇരിക്കും അത്. ഐ ഫോർ ഡീറ്റെയിൽ. ആ ഐ ഫോർ ഡീറ്റെയിൽ അവിടെ ടാക്ക് എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ കാണാത്ത ചില രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗ്രഹങ്ങൾ നിൽക്കണ കോമ്പിനേഷൻസ്, ഗ്രഹങ്ങളുടെ നോട്ടങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടങ്ങൾ, ഇതൊക്കെ ഒരു സാങ്കല്പിക ഓർഡറല്ല. ആ സാങ്കല്പിക ഓർഡറിൻ്റെ ഉള്ളിൽ നിന്ന് ട്രൂത്തിനെ ഡിഡ്യൂസ് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ് അസ്ട്രോളജി. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര ആചാര്യ തപസ് ഉണ്ടായിട്ടുണ്ടാവും ആ ഓർഡറുകൾ കണ്ടെത്തണേന്, അതിനെ നെയിം ചെയ്യണേന്, അതിൻ്റെ റിസൾട്ടുകൾ ഇന്നതായിരിക്കും എന്ന് പറയണേന്. ഗുരുവായൂരപ്പ എന്താ എൻ്റെ ആ മഹാഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്. അതിൻ്റെ മുഴുവൻ സ്രോതസ് മുരുകൻ എന്നാണ് വരണമെന്നാണ് പറയണത്. സുബ്രഹ്മണ്യനാണല്ലോ ജ്യോതിഷത്തിൻ്റെ പരമാചാര്യൻ. മഹാദേവനെന്ന് മകന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണ കേട്ട് പഠിച്ചാണെന്നാണ്. അച്ഛനാണ് സകല ഇതിൻ്റെ അറിവിൻ്റെയും ഫൗണ്ടൻ ഹെഡ്. പക്ഷെ മനുഷ്യനിലേക്ക് അത് എത്തിച്ചു തന്നത്, നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തരണത് ഭഗവാനാണ്, സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പം അത് വളരെ പ്രധാനമാണ്. മുഹൂർത്തങ്ങൾ, ഗ്രഹനിലകൾ, ഇതൊക്കെ അത് പുരാണങ്ങളിലൊക്കെ ജരാസന്ധൻ്റെ മരണമൊക്കെ നടക്കണതുകൊണ്ട് എല്ലാറ്റിനും ആ ദുർമുഹൂർത്തങ്ങൾ, ഈ യുദ്ധം കുറിക്കുന്ന മഹാഭാരത യുദ്ധം തുടങ്ങണം, ഗീത ഉപദേശിക്കണ മുഹൂർത്തം, ഗീത കാലാതിവർത്തിയാവുന്നതിന് അന്നത്തെ ഗ്രഹനിലയ്ക്ക് പോലും ഒരു കൈയുണ്ട്. അതിൽ ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രപഞ്ചത്തിലെ അന്നത്തെ താളം അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിന് അനുഗുണമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനിയും കാലാതിവർത്തിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ എന്തിനും ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചാലും, ഒരു കുഞ്ഞ് ജനിച്ചാലും, ഗർഭാധാനം നടക്കുമ്പോൾ, ഫെർട്ടിലൈസേഷൻ നടക്കണ സമയം പോലും, അതുള്ള പണ്ടത്തെ കാലത്ത് ഗർഭാധാനത്തിന് ഇത്രയ്ക്ക് ഈ ഷോഡശ സംസ്കാരങ്ങൾ മുഴുവൻ എന്തിനാണ് ഹിന്ദു മതത്തിൽ വെച്ചത്? ഈ സനാതന ധർമ്മത്തിൽ ഒരു മനുഷ്യനെ പ്രോപ്പറായിട്ട് ഈ ധർമ്മത്തിൽ ചരിക്കുന്ന സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനാണ്. അത് മുഹൂർത്തം നോക്കിയാണ് ചെയ്തത്. ചൂടാകർമ്മം, പേരിൽ ചരട് കെട്ട്, എല്ലാം അല്ലേ, കല്യാണമാണെങ്കിലും ചോറ്, എന്തിനും മുഹൂർത്തം നോക്കിയിട്ട്. വെൻ ദ കോസ്മിക് അലൈൻമെൻറ്റ് ഈസ് ഇൻ ട്യൂൺ വിത്ത് യുവർ അലൈൻമെൻറ്റ്. സോ അതാണ് എൻ്റെ. ഇതൊക്കെ മനസ്സിലാക്കാൻ തുറന്ന മനസ്സുണ്ടായാൽ മതി. എക്സാക്ട്ലി, അതാ ഞാനിപ്പോൾ പറയാം. ഒരു തുറന്ന മനസ്സുണ്ടായാൽ മതി അശോക്, വേറെ ഒന്നും വേണ്ട. നമ്മുടെ അവിടുത്തെ പ്രശ്നം തുറന്ന മനസ്സിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരുപാട് അറിവും വളരെ അടഞ്ഞ മനസ്സുമായിട്ട് മാറിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ രോഗിയുള്ളവിടെയാണ് ഡോക്ടറുടെ ആവശ്യമുള്ളത്. റൈറ്റ് പോയിന്റ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നടക്കേണ്ടതും നമ്മുടെ നാട്ടിൽ തന്നെയാണ്, അത്യാവശ്യമാണിത്. അതെ, ഇതുകൊണ്ടാണ് ഞാൻ ശരത്തേട്ടനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ
ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ. കാരണം എനിക്ക് ശരത്തേട്ടൻ എന്തൊക്കെ ചെയ്യും എന്ന് പറയാനായിട്ട് വേർഡ്സ് വിൽ ഓൾവേസ് ഫോൾ ഷോർട്ട് എന്ന് പറയുന്നത്. എനിക്കും സന്തോഷം എന്താ വെച്ചാൽ എന്നെ ഇതുവരെ നന്നായി ഉപയോഗിച്ച ആൾ അശോക, എൻ്റെ തൃപ്തിക്ക്. കാരണം നല്ല ചോദ്യങ്ങളാണ്, എനിക്ക് വളരെ സന്തോഷമുള്ളത്. ഇപ്പോൾ ഒരു ക്യാമറ ഒന്നും ആവശ്യമില്ല, ഇരുന്ന് സംസാരിക്കാം. ക്യാമറയിൽ ഞാൻ ഇതിലും കൂടെ പറയും. ഇതിപ്പോൾ എല്ലാ പൊതുവേദികളിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും അധികം കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പം എന്താ പറയുക, മറ്റു ചില ചാനലുകൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവങ്ങളെക്കുറിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കൂടുതലും. പക്ഷേ ശാസ്ത്രത്തിനെക്കുറിച്ച് സംസാരിക്കാൻ, അതും ഇങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയും അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതന്നെയാണ്, ഇതിലാണ് നമ്മളൊരു ഡെപ്തിൽ പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചറിങ്, നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ വെച്ചാൽ നല്ല സന്തോഷം വരും നമുക്ക് പറയാൻ. ആൻസറുകളെ ഞാനിപ്പോഴും പറയില്ല, ചോദ്യങ്ങൾ ശരിയെന്നില്ല, ഉത്തരങ്ങളിലാണ് ശരിയും തെറ്റും കിടക്കുന്നത്. എനിക്കുള്ള പേടി അതായിരുന്നു, ഞാൻ ചോദിക്കുന്നത് മണ്ടൻ ചോദ്യങ്ങളാണോ. അങ്ങനെ മണ്ടൻ ചോദ്യം ഒന്നും ഈ ലോകത്തില്ല. ഉത്തരങ്ങളിലാണ് മണ്ടത്തരവും എന്താ പറയുക അതിൻ്റെ ഉദാത്തതയൊക്കെ ഉള്ളത് എപ്പോഴും. അപ്പോൾ ഉത്തരങ്ങൾ നമ്മളെ തന്നെ തേച്ചു മിനിക്കുകയും നമ്മുടെ അറിവിനെ എന്താ പറയുക എന്തെങ്കിലും 10 പേർക്ക് ഗുണമാവുന്ന തരത്തിൽ ഉപദ്രവം ഉണ്ടാവരുത്. ഇതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് പകുതി കേട്ടിട്ടും ഒരു തവണ മാത്രം കേട്ടിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സംശയം ചോദിക്കും. ജെനുവിൻലി ചോദിക്കണവരുണ്ട്. ഞാൻ ഞെട്ടിപ്പോവും, ഇതെന്താ ഇങ്ങനെ പറയണേ. ശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാണ്ട് കേൾക്കുമ്പോഴാണ്. അപ്പോഴാണ് ഇതിപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളിലൊക്കെ ഈ ഡേഞ്ചർ ഭയങ്കര. അതുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർഡായിട്ട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ തന്നെ മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ഭയങ്കര. എല്ലാവരും അവരവരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടല്ലേ ഇത് കേൾക്കുന്നത്. അവനവൻ്റെ ഇഷ്ടത്തിനല്ല എന്നുണ്ടെങ്കിൽ ഉടനെ പകുതിയിൽ തന്നെ ചാടിക്കയറിയിട്ട് അതിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, മുഴുവൻ കേൾക്കില്ല. അപ്പോൾ ഹാഫ് ബേക്ക്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ആസ് എ റേസ് മലയാളിക്ക് അത് കുറച്ച് കൂടുതലുണ്ട്. സോ അതിൻ്റെ പ്രശ്നങ്ങൾ ഭയാനകമാണ്. അപ്പോൾ അതൊന്നും വരരുത്, വേണ്ടവന് ഉപകാരപ്പെടണം. ആത്യന്തികമായിട്ട് ഇതൊക്കെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് പോലുള്ളതൊക്കെ ഏതോ ഒരാൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിട്ടുണ്ടാവുക. അത് ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നില്ല, പക്ഷെ അത് ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുരുവായൂരപ്പൻ.